ട്രിപ്പ് കാരണം എല്ലാവരുടെയും ജീവിതം മാറിയെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാൻ K51 റിക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ കണിമംഗലത്തിൻ്റെ മീറ്റപ്പാണ് നാളെ. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഉള്ള K51 വിക്കി, K51 ആർത്ത, പിന്നെ K51 ലോഗൻ പ്രൈം, അവർ മൂന്നുപേരും ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ വെളുപ്പിനെ മൂന്നാറാണ് മീറ്റപ്പ്. മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഗ്യാങ് ലീഡറായിട്ടുള്ള ഭുവൻ്റെ വീട് എൻ്റെ അടുത്ത് തന്നെയാണ്. അവൻ രാവിലെ വരുള്ളൂ. രാവിലെ എൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടേക്കണേ. അപ്പോൾ ഫുൾ ട്രിപ്പ് മീറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാം. സോ ഫസ്റ്റ് ടൈം ആണ് ബ്ലോഗ് ചെയ്യണം, അതിൻ്റെ പോരായ്മകൾ കാണും, ക്ഷമിക്കാം. നമ്മുടെ ആർട്ട, റിക്കി, ലോഗൻ ഡ്രൈവ് അവർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആർത്ത, ഇതാണ് വിക്കി, ഇത് ലോഗൻ. ഇപ്പോൾ വൈകിട്ടൊരു 8 മണിയാവാൻ പോണു. നമ്മള് ഇവന്മാരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റിലായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേന് അവിടെ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാം. മോൻ കാണിക്കടാ, ഇൻട്രോവേർട്ട് ആണോടാ, മോൻ കാണിക്കുക. കാണട്ടുണ്ട് മോൻ സുന്ദരനാണോ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എസ്തെറ്റിക് ആണോ മോനെ? ഒരു എസ്തെറ്റിക് ബോയ്. ഇതാണ് എൻ്റെ ഗെയിമിംഗ് റൂം, ഇതാണ് എൻ്റെ സെറ്റപ്പ്. സോ നമ്മുടെ ആർത്ത പാൻ്റൊക്കെ ഇവർ കഴുത്തേൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് കട്ട ഗ്രൈൻഡിങ് ആണ്. കട്ട ഗ്രൈൻഡിങ് ആണ് ഓപ്ഷന് വേണ്ടിയിട്ടുള്ള. ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് സെറ്റപ്പ്, ഫുൾ അലമ്പൊക്കെയാണ്. ഇതാണ് എൻ്റെ സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ. നമ്മുടെ വിക്കി കുനിഞ്ഞിരുന്നിട്ട് കളി കാണുന്നു. ലോകൻ എന്തൊക്കെയോ കുത്തിക്കൊണ്ടിരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, പെസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവനും എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പെസ് കളിക്കണം. ആശാൻ പാൻ്റൊക്കെ കഴുത്തിട്ടുണ്ട്. എന്താ നടക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരെണ്ണത്തില് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണ, ഒരെണ്ണത്തില് കാട്ട ഗ്രൈൻഡിങ് ആണ്. ഇപ്പോൾ ഗൈസ് രാവിലെ 5 മണി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലീഡർ ഭുവൻ. രാവിലെ മുണ്ടൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് വന്നത്. രാവിലെ ആശ നൈസായിട്ടൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് വരണമെന്ന് പറഞ്ഞത്. 5:30ക്കാണ് ആശ വന്നത്. ബാക്കിയുള്ളവന്മാർ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. മറ്റന്മാരെന്ത് ഇവിടെ വയ്ക്കുന്നു. നമ്മുടെ ട്രിപ്പ് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടാകാൻ പോവാണ്. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി റാന്നി കഴിഞ്ഞ് നമ്മൾ മൂവാറ്റുപുഴ ഹൈവേ പിടിച്ചിരിക്കുകയാണ്, അല്ലേ? കറക്റ്റല്ലേ? മൂവാറ്റുപുഴ ഹൈവേ ആണ്. ചെറിയൊരു തിരുത്തലുണ്ട്. അപ്പം നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ചെക്കിൻ ചെയ്യും, അല്ലേ?
അല്ല 12 മണി 11 മണി ആകുമ്പോഴത്തേക്ക് നമ്മള് അടിമാലി എത്തും. സോറി, പിന്നെ ഒരു കറക്ഷൻ ഉണ്ട്. നമ്മള് 12 മണിയാകുമ്പോ അടിമാലി എത്തും. വ്ലോഗ് എടുക്കുന്നവർക്ക് വിവരമില്ല, മെൻഷൻ ചെയ്യുന്നതായിരിക്കും. റോഡാണ് ഇവിടെ ആണല്ലേ? മുന്നിലാണ് നമ്മള് പച്ചപ്പും ഹരിതാപവുമായ ഈ ഒരു വളഞ്ഞു തിരിഞ്ഞ് കാടുവഴികളിലൂടെ പോകുന്ന ഒരു കടുവ അതൊക്കെ ആന ഇറങ്ങണം. ആന ഇറങ്ങുന്ന സ്ഥലം മലയായതുകൊണ്ട് ആന ചാടി ഇറങ്ങത്തില്ല. ഇല്ല ഈ ഫോറസ്റ്റിൽ ആനയില്ല. ഇത് റാന്നി റിസർവ് ഫോറസ്റ്റാണ്. അതിനകത്ത് ആനയൊന്നുമില്ല. കടുവയും പിടിയൊക്കെ ഇവിടെ ബൈക്കിൽ പോകുമ്പോ ഇവിടെ വെച്ച് പെട്രോൾ തീർന്ന എപ്പോഴും ആളുള്ള സ്ഥലമാണ്. പുലി നക്കി എടുക്കും. ഫുൾ ടൈം ആളുള്ള സ്ഥലമാണ്. ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ പക്ഷെ വേസ്റ്റ് ഇട്ട് നശിപ്പിക്കുന്നത്. ഇല്ലാത്ത ആർക്കൊക്കെ പല്ല് കുത്തെടുക്കും. ഇത് മറ്റേ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടല്ലേ? നമ്മുടെ റിക്കണന്റെ അതിമനോഹരമായ പണ്ടിതൊരു പാട്ട റോഡായിരുന്നു. അതെ യക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആരും ഇതിന് പോകത്തില്ല. ഇത് റിക്കണന്റെ രാത്രി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീണ് കിടക്കുമെന്നാണ് പറയുന്നത് പണ്ട്. അല്ലെ? റിക്കണന്റെ അതിമനോഹരമായ വഴികളാണിത്. വഴികളാണോ? കൊന്തമ്പുഴ വേണം. കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയുന്നത്. ഇവൻ വടി ഉണ്ടാക്കും കേട്ടോ ഇലക്ഷന് ഇവിടെ ഭയങ്കര മഞ്ഞാണ് ഗായ്സ്. മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഇവിടെയാണ് തൊടുപുഴ കഴിഞ്ഞു അല്ലേ? തൊടുപുഴ കഴിഞ്ഞു. നമ്മള് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എപ്പോ വേണേ വടിയാവാം, പ്രശ്നമില്ല. ആശാന് ഗ്യാസ് കയറിയിട്ട് പുള്ളിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അതെ ലീഡറിനെ കാണിക്കൂ. അതെ നമ്മുടെ ലീഡർ രാവിലെ മുണ്ടൂരാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കൊന്നത്തന്നെയാണ്, പക്ഷെ വീഡിയോ കിട്ടുമായിരിക്കും. നമ്മളെ ലെവലിൽ പിടിച്ചിട്ട് തലയില്ല. നമ്മുടെ ലീഡറിന് മുടിഞ്ഞ നീളമാണ്, അതുകൊണ്ട് കാലും കിട്ടുന്നില്ല. കാട്ടുചെമ്പ് നിനക്ക് കാണാ? കാട്ടുചെമ്പ് ചെമ്പകം നിനക്ക് കാട്ടു തൈലം വേണം. അത് കാട്ടു തൈലം. ക്യാമറ നോക്കാതെ പോസ് തരുന്നുണ്ട്. ക്യാൻഡിഡാ. എന്നും രാവിലെ ഒരു 10 മുട്ട കഴിച്ചിട്ടാണ് ദിവസം ലീഡറെ ഒരു 10 മുട്ട. ലീഡർ കഴിച്ച മുട്ടയുടെ ബാക്കി കിടക്കുന്നു. ഗായ്സ്, നമ്മളിപ്പോ ഇത് സ്ഥലം ഏതാണ് കാണാ? നമ്മൾ ഊന്നുകല്ലായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ അവരെല്ലാവരെയും പിക്ക് ചെയ്ത് വണ്ടിയിൽ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ ലോകന് ഗ്യാസ് ആയിട്ട് ലോകൻ ഒരു പെപ്സി ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ റിക്കണൻ ഡ്രൈവ് ചെയ്യുക. റിക്കണൻ ഒരു മുട്ടയൊക്കെ ഒഴിച്ച് ഒരു പുഴുങ്ങിയ മുട്ട കഴിച്ച് പവറായിട്ട് ഫ്രണ്ട് ചെയ്ത് ഓടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഫി ആണെന്ന് വിചാരിച്ച് പക്ഷെ അവനെ പറ്റിച്ച്, അവനെ പാലൊഴിച്ച് പറ്റിച്ച്. അവൻ CBSE അല്ല കേട്ടോ, അവൻ ICSE ആണ്. അഭിമാനത്തോടെ അവനത് പറയും. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ അടിമാലി എത്തിയിരിക്കുകയാണ്. അവിടെ പിള്ളേർ ഓൾറെഡി ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണുണ്ട്. മഞ്ഞുമ്പൽ ബോയ്സ് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, പക്ഷേ ഇതൊരുമാതിരി കല്ലുമ്മൽ ബോയ്സ് ആണ്. കാണാം മഞ്ഞുമ്മൽ ബോയ്സ്, ഇത് കല്ലുമ്മൽ ബോയ്സ് ആണല്ലോ. ഹലോ ബട്ടറി, നിനക്ക് വയറൊക്കെ ചാടിയല്ലോടെ. ഇതാരാ നോക്കി പറഞ്ഞു?
കൊച്ചു പയ്യൻ. ഇങ്ങോട്ടൊക്കെ ഇതാണ് നമ്മുടെ ബേരിയ. എടാ ഓരോരുത്തന്മാര് വീഡിയോ ഫോട്ടോ കണ്ടിട്ട് നോക്കിയാ ഇതേതാണ് ഈ ചെറുക്കന്ന്. നമ്മുടെ ഷുഗർ ഡാഡി ഒളിച്ചിരിക്കുന്നു. ഷുഗർ ഡാഡി ഷുഗർ ഡാഡി ഷുഗർ ഡാഡി ഇങ്ങോട്ട് നോക്കിയേ. നമ്മളിവിടെ അടിമാലിയിലൊരു ഫാം വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ ഇവിടെ ഞങ്ങൾ 5 പേരാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പം ഞങ്ങൾ വേറൊരു ടീമായിട്ട് അവർ വന്ന മറ്റേ സൈഡിൽ നിന്ന് വന്ന തൃശ്ശൂർ സൈഡിൽ നിന്ന് വന്ന അവരൊരു 5 പേരും കൂടെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു ടീമും കൂടെ വരാറുണ്ട്. അവർ വേറൊരു വണ്ടിയിലാണ് വരണേ. അവർ 5 പേരുണ്ട്. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം, അവർക്ക് പറയാനുള്ള കേൾക്കാം. കഴിച്ച് ഇവിടെ ഉമ്മരൊക്കെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കുകയാണ്. ഇതൊരു വൈബ് ലൊക്കേഷനാണ്. ഇങ്ങോട്ട് നോക്കിയാ ഇതാണ് നമ്മുടെ ദേവിക നമ്പൂതിരി, K51 ദേവിക നമ്പൂതിരി. ഇതാണ് നമ്മുടെ രാജകൃഷ്ണപ്പ ബേരിയ, കൊച്ചു പയ്യനാണ്. അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. അല്ല, ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജോൺ ബോബി, AK ബോബി ജോൺ, നക്സലേറ്റ് ബോബി, PD ജോൺ ബോബി, കമ്മീഷണർ. ഇതാണ് നമ്മുടെ ഷുഗർ ഡാഡി, അഥവാ മധുര രാജ. ഇതാണ് നമ്മുടെ മധുര രാജ, AK വിജയ് കുമാർ. സിറ്റിയിൽ എല്ലാവരുടെയും വാണ്ടഡ് ആയിട്ടുള്ള ഒളിച്ചിരിക്കുക. പാവം നാണാണ്. എന്താ പറയാനുള്ളത് ഈ അവസരത്തിൽ? നമ്മുടെ പയ്യന്മാര് എത്തിയിരിക്കുകയാണ് ഫൈനലി. ഓ തകർപ്പാണല്ലോ. അയ്യർ എന്താണ് പറയാനുള്ളത്? കോലീഡർ അബു മതിടാ, വായിലോട്ട് കയറി വരാതാ. അല്ല അയ്യടാ പാവം. ഇതാണ് നമ്മുടെ നിക്ക്. ഷുഗർ ഡാഡി വണ്ടി എടുത്തിച്ച് പാട്ടെടുത്തേ. കൊല്ലിഡർ ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു കവർ കിട്ടി. ഞാൻ വാച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താണ്ട് ഈ സാമാനം എടുത്ത് അതിനകത്ത് വെക്കുമായിരുന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇവിടെ ഇതുവഴി കയറിയിട്ടാണ് മേളിൽ ബാൽക്കണിയിലോട്ട്, മേളത്തെ റൂം ഇതുവഴിയാണ് ആക്സസ് ചെയ്യുന്നത്. താഴത്തത് സെപ്പറേറ്റാണ് ഇതുവഴി. അപ്പം ഈ വീട് നമ്മൾ ഫുള്ളായിട്ട് എടുത്തു. അവിടെ എന്തൊക്കെ പണി നടക്കണമുണ്ട്. അതിവിടെ ഇപ്പോൾ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് എന്തോ പണി നടക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. അവരവിടെ പണി നടത്തിക്കോളും, നമുക്ക് ശല്യമൊന്നുമില്ല. ഗൈസ്, ചിക്കൻ റെഡിയാക്കുന്ന കുറച്ച് കൂട്ടുകാരി ഞാൻ കാണിച്ചു തരാം. ഹേയ് ഗൈസ്, ഡിക്കങ്ങടാ ഗൈസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ബാർബിക്യൂ ചിക്കൻ. ഇവിടെ മേളിൽ പോയി മലനിളമുണ്ട്.
ക്ലാസ് ക്ലാസ് എടുക്കാം നമ്മളെ ബാറ്ററി പറ നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്ന് നമ്മൾ ചെയ്യാൻ ചിക്കൻ അതെ ബോബിയാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ്. ബോബി അവൻ വരയിട്ടോണ്ടിരിക്കുകയാണ്. വരയൻ ബോബിയാണ്. അതെ വളരെ മികച്ച ഒരു മീറ്റപ്പാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അത് വേറെ ബോബി നിന്നെ മറ്റേ ബ്ലൂ ക്രോസിൽ പിടിച്ചോണ്ട് പോകും കേട്ടോ. മൃഗപീഡനം വീട്ടത്തിനെ കണ്ടാലേ കൊണ്ടു. ഇവിടെ ചിക്കനെ വരയിലാണ്. മേളില് പൂച്ച വന്ന് നോക്കി നിൽക്കുന്ന പോലെ റിക്കണ്ണം വന്ന് നോക്കിയപ്പോണ്ട്. എടാ ബോബി മേളിൽ പൂച്ചയൊക്കെ വന്ന് നോക്കിയിരിക്കുന്ന പോലെ റിക്കണ്ണം വന്ന് നോക്കിയപ്പോണ്ട്. എന്തിനാ കാണിക്കണേ? മസാല പെട്ടണം. നമ്മൾ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിനെ കുറിച്ച് 2 വാക്ക്. ചേടാ എന്തൊരു പേര് പറഞ്ഞ മറന്നുപോയല്ലോടാ. എടാ അവിടെ പേരെന്തൊരു പറഞ്ഞേ? റോസിയാവോ? അല്ല കാണിക്കണോ? കണ്ടോ കിടക്കണേ? മസാല ശരിയാണ്. മസാല കഴിഞ്ഞിട്ടിപ്പോ ശരിയാണ്. നീ കുറച്ചും കൂടി അത് തേകയൂലടാ. അത് തേകയോ? തേകയില്ല. ഞാൻ പറയണ തെളിയുന്നു. ഓവറായിട്ട് മസാല ആയ കരിയോ അതറിയാമോ? അങ്ങനെ ഉണ്ടോ? പിന്നെ ഇവര് സ്റ്റാൻഡേർഡ് വീഡിയോസ് ചിക്കന് നന്നായി മസാല പുരട്ടി കൊടുക്കാം. ചിക്കൻ പീസിലിരുന്ന് മഞ്ചള ആരംഭിക്കണോ? നിന്റെ കയ്യിലൊക്കെ പറ്റി ജോലി അഴിക്കാവുള്ള ക്യാപ്റ്റൻ ക്ലീറ്റസ്. നമ്മളിപ്പോ അതല്ല അങ്ങോട്ട് പിടിക്ക് ചിക്കനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് ചിക്കൻ നമ്മള് പാതി ചിക്കൻ മസാല ആയി. നമ്മള് ക്ലീറ്റസ് മസാല ഇങ്ങനെ കരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണി അറിയാന്ന് അറിഞ്ഞിട്ടെടുത്ത അങ്ങോട്ട് ചിക്കനിൽ സുഖം പിടിക്കുന്ന ഇതിന്റെ ഒരു രസം ഞാൻ ആദ്യം ചിക്കനിൽ സുഖം പിടിക്കുന്ന ആർത്ത ബിരിയാണി ഇങ്ങോട്ട് നോക്കണേ. ഒന്ന് പിടിച്ചു നോക്കണോ ചിക്കൻ? കവിത കണ്ടില്ലേ എന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോ മാഞ്ഞെന്നോ പോകരുതേ പാർമഴവില്ലേ മല്ലികപ്പൂ മണക്കും ചാർകഴിക്കാറ്റേ നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻ കുളിക്കാറ്റുണ്ടോ വെള്ളിക്കൊലുസിന്റെ കാളിച്ച കേട്ടാൻ കാത്തിരിക്കും എന്റെ ഹൃദയം നിനക്കു മാത്രമാ സുന്ദരിയേവാ വെണ്ണിലവേവാ ജീവതാളം നീ പ്രണയിനീ സ്നേഹവീതിയിൽ ഇവിടെ വല്ലതും ഒന്ന് ഒട്ടിച്ചേച്ച് എന്റെ കൈ വേദന നമ്മളിപ്പോൾ ഇവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരി ഇട്ടിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും നമ്മളെല്ലാം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നിൽക്കുകയാണ്. നമ്മുടെ മധുരാജാണ് അശൻ വീശി കൊടുത്ത് കത്തി ആളി കത്തിക്കുവാണ് അശൻ. രാജയുടെ കഷ്ടപ്പാട് കാണുക നിങ്ങൾ, രാജയുടെ കഷ്ടപ്പാട് കാണുക. രാജയുടെ ചട്ടി കാണാം. ബെഡി ഫുൾ അവന്റെ പച്ച ചട്ടി കാണാം. യോ സൂം പ്ലീസ്. എന്താ വീശി അയ്യ അയ്യമ്മ രാജ ഇവിടെ താച്ചിന് വീശിക്കൊണ്ടിരിക്കുകയാണ്. ആരോ അവൻ്റെ അടുത്ത് പറഞ്ഞ് നല്ലതായിട്ട് വീശിക്കഴിഞ്ഞാൽ ഗ്യാങ് ഫണ്ട് കുറച്ച് കൊടുക്കാന്ന്. അതിന്റെ വീശാണ് ഈ വീശുന്നത്. ഇത് തട്ടിക്കളായിരുന്നു.
ഇങ്ങോട്ട് വീശിയാട്ടോ. ഇങ്ങോട്ട് കഴിഞ്ഞു ഓരോരുത്തരായിട്ട് വീശണം. അത് കത്തും ഇങ്ങനെ എപ്പോഴും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്തു, ഗ്രില്ല് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം വൈബായി. ഞങ്ങൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്താണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചിക്കൻ മേടിച്ചു, ഇതിൻ്റെ മസാല മേടിച്ചു, ഓൾറെഡി റെഡിമെയ്ഡ് മസാല മേടിച്ചു പുരട്ടി. പക്ഷേ ഞങ്ങൾ വിചാരിച്ചേക്കാളും അടിപൊളിയായി. ഭയങ്കര ടേസ്റ്റാണ് സാധനം. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും അടിപൊളിയായി സാധനം. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് എല്ലാവരും പാട്ടൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നു. വൈബാണ്. ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ രാവിലെ ആണ് ഇപ്പോൾ. നമ്മുടെ പിള്ളേരെല്ലാം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നു. പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇന്നലത്തെ തകർപ്പിൻ്റെ ബാക്കിയാണ്. ഇന്നലെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് നമ്മൾ പുറത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ആ ഏരിയയിലാണ്. അവിടെയാണ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ വൈബ് ചെയ്ത് സ്പീക്കറൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു. ഇവിടെ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും. അതുകൊണ്ടിപ്പം എല്ലാവരും പിന്നെ രാത്രി കുറേ നേരം വർത്തനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ എല്ലാവരും എണീറ്റിട്ട് റെഡി ആവുകയാണ്. പിന്നെ അപ്പം രാവിലെ തന്നെ തകർപ്പ് തുടങ്ങി. പാട്ട് കേൾക്കാൻ ചെറുതായിട്ട് ഞാൻ കാണിക്കാം. മതില ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. പിന്നുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ 4 റൂമും പിന്നെ മുകളിലത്തെ ഫ്ലോറിൽ 3 റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും പല സ്ഥലത്തായിട്ടൊക്കെ കിടന്നു. നമ്മുടെ കോഴിയുടെ ചേക്കന് പനിയായിരുന്നു. അപ്പം അവനൊരു റൂം ഒറ്റയ്ക്ക് അങ്ങ് കൊടുത്തു. അവന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ആൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൈമൺ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഒരു വണ്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തതാണ്. എന്തോടാ റെഡി ആയില്ലടാ? കുളിച്ചില്ലടാ? വ്ളോഗ് വെച്ച് റെഡി ആവടാ, നമുക്ക് പോണ്ടേ? ഇതൊക്കെയാണ് റൂംസ്. എനിക്ക് കുളിച്ച് റെഡിയായി കുട്ടപ്പനായിട്ട് ബന്ധപ്പെട്ട്. നിനക്ക് നാണമാണോ? നിനക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി റൂം അടച്ചേ? രണ്ട് ഫോണിലൊക്കെയാണ് ആശാന് നീണ്ടു നേർന്നിരുന്നിട്ട് പരിപാടി. അവിടെ വേറെ ആരാ ഉള്ളേ? ഓ, നിനക്ക് ഒറ്റയ്ക്ക് തുണി വേറെയല്ലേ ഒക്കെ ഉള്ളല്ലേ? മേരിമാത ഗോമാത. നമ്മൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് മച്ചാന്മാരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ മൂന്നാറിൽ ആനച്ചാലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ അതിൻ്റെ ന്യൂസാണ്.
ഗൈസ്, ഞങ്ങളിപ്പം ഇവിടെ നിൽക്കുന്നത് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നേക്കണത്. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. സീനറി ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതൊരു കേവാണ്, പക്ഷെ അതിനകത്തൊന്നും ഒന്നുമില്ല. ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു കേവാണ്. ചിരിയുള്ളു. നല്ലൊരു വൃത്തികെട്ട ഒരു കേവാണ്. ഞങ്ങൾ ആദ്യം വന്നു. ഞങ്ങളൊരു 10 മിനിറ്റ് മുന്നേ വന്നായിരുന്നു ഞങ്ങളുടെ വണ്ടി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പോയില്ല. ഞങ്ങളുടെ 2-3 പിള്ളേർ അവന്മാർ കയറി പോയിട്ട് മൂഞ്ച കേവാണ്. അപ്പോൾ ഞങ്ങളിവിടെ മാറി വന്നു. ഇവന്മാർ വന്നപ്പോൾ അടിപൊളി കേവ് വന്നു പറഞ്ഞിട്ട് പറഞ്ഞ് കയറ്റി വിട്ടു. പോയിട്ട് ഇറങ്ങി വരുവാണ്. അബദ്ധം പറ്റി. ബാറ്ററി എങ്ങനെയുണ്ട്? അടിപൊളി കേവല്ലേ? ഇടല്ലേ? ഇടല്ലേ? ആന്നേ. രാജ, എന്താണ് പറയാനുള്ളത് കേവിനെ കുറിച്ച്? കേവിനെ കുറിച്ച് പറയാനാണെങ്കിൽ റിവ്യൂ പറ. കേറിയപ്പോ തന്നെയാണ് ഒരു അബുവിന്റെ സ്മെല്ല് വന്നു. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഗുണാക്കേവല്ല കൊണാക്കേവാണ്. ആർക്കൊക്കെ എന്താണ് കേവിനെ കുറിച്ച് പറയാനുള്ളത്? കേറിയപ്പോഴേ നാട്ടുകാരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തോ പന്തികേട് തോന്നി ഞാൻ തിരിച്ചിറങ്ങി. അയ്യേ, കേറിയോ? കേവി കേറിയോ? ഇവിടെ നിൽക്കുന്നു. ഏറ്റവും ലാസ്റ്റ് ഞാനവിടെ കയറുന്നത്. എനിക്ക് മനസ്സിൽ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മൂക്കുമ്പത്തിയായി അപ്പൊ ഒരാള് കേറി പോന്നിട്ട് കൊണാക്കിയാന്ന് കേറി പോണേ. ഇതെല്ലാരും മൂത്രം ഒഴിക്കാൻ പോകുന്ന ഒരു ഗെയിമാണ്, അല്ലാതെ ഒന്നുമില്ല. അതിന്റെ അറിയാവുന്ന ആൾക്കാരാണ്. നമ്മളെ മാത്രമാണോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് വരിക. കേവിനെ കേവ് എങ്ങനെയുണ്ട്? റിവ്യൂ പറ. ഗൈസ്, ഇതൊരു അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഭയങ്കര വൈബാണ്. സീനറി കണ്ട. തൈലോ? സമയം തൈലയാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. തൈലെന്നായി പോയി പറഞ്ഞത്. തൈലമായിപ്പോയി. ജഗ, എന്താ പറയാനുള്ളത്? ഇന്നലെ പനി പിടിച്ച് കിടന്ന നമ്മുടെ കോലീഡറാണ്. ഇന്നിപ്പം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് വന്നപ്പോ ഇന്നത്തേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഫുള്ള് കിടപ്പായിരുന്നു. പക്ഷെ ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഓളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രി ഡോക്ടർക്ക് പക്ഷെ വീഡിയോ ആണ് എടുത്തത്. അവിടെ പൂപ്പാറയിൽ നല്ല വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്ത് പൂപ്പാറ എന്നിട്ട് ആദ്യം ഫുഡ് കഴിച്ചാലോ? വയറിങ്ങനെ കരയാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും വയറിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു പോയിട്ട് നമ്മുടെ റൂമിന്റെ തന്നെ അടുത്തൊരു 10-20 കിലോമീറ്റർ റേഞ്ചിൽ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതോടെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാം. ചെല്ലുന്നു, റെസ്റ്റ് എടുക്കുന്നു, നൈറ്റ് പരിപാടി, പാട്ടൊക്കെ ഇട്ട് ചില്ലായി. അതന്നെ. നമ്മള് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ഇന്നൊരു നൈറ്റ് കൂടെ ഉള്ളൂ ഇവിടെ. നാളെ നമ്മൾ ഉച്ചയാകുമ്പം നേരെ വീട്ടിൽ പോകുന്നു. ഭൂമി വിട്ട് പിരിയാൻ വയ്യ. ഇവന്മാരൊക്കെ എന്റെ അടുത്തൊക്കെ പിരിയുന്ന കാര്യം നാളെ. പക്ഷെ എന്നെ ഇപ്പൊ ഓർമ്മിച്ചു. എന്നാണ് നമ്മുടെ ഡേ, ഫുൾ ഡേ നമുക്ക് കിട്ടുന്ന എന്നാണ്. ഇന്നലെ ഹാഫ് ഡേ ഉള്ളായിരുന്നു. എന്തായാലും ഞാൻ എന്റെ പ്ലാൻ വെച്ചാൽ ഇന്ന് നൈറ്റ് ഉറങ്ങത്തില്ല. നമുക്ക് കുഴപ്പമില്ല, എനിക്ക് ഉറങ്ങണം. റിക്കണേ ഉറങ്ങണം. കാരണം റിക്കണ ഡ്രൈവ് ചെയ്യാനുള്ളതാണ്, റെസ്റ്റ് എടുക്കണം. ബൊബുവൻ എന്താണ് പ്ലാൻ? ഉറങ്ങുന്നുണ്ടോ? ഇന്ന് ഉറങ്ങണ്ട. ഇന്ന് നമ്മുടെ വണ്ടി ഓടിക്കത്തില്ലടാ. അപ്പൊ നീ ഉറങ്ങിക്കോ. എനിക്ക് വയ്യാതാണ്, നീ ഓടിക്കേണ്ടത്. Meanwhile, കരളിലെ
എത്തിയതാണ്. ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു വ്യൂ കണ്ട് അത് കണ്ടപ്പം നിർത്തിയതാണ്. ഇത് വേറൊരു വൈബാണ്. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടം റീച്ച് ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തേയിലത്തോട്ടമൊക്കെ. തേയില കുടിച്ചിട്ടുണ്ടെന്നല്ലാതെ തേയിലല്ലോ കുടിക്കുന്നത്, ചായ തേയിലിട്ട് ചായ കുടിച്ചിട്ടേ ഉള്ളൂ. റിസ്ക് ആയിരിക്കും, വിക്കൊക്കെ സ്ട്രഗിൾ ചെയ്ത് കയറുന്നുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുരിഞ്ഞ് കിടന്ന് കയറുന്നുണ്ട്. അവന്മാർ പിടിച്ച് കെട്ടിയിടുമോ ഫൈൻ അടിക്കുമോ ഒന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ ഡാമിൻ്റെ അവിടെ ഒരു നൈസ് വ്യൂവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. തേയിലത്തോട്ട് ഇതുവരെ പാമ്പിനെ കാണിക്കാൻ കൊണ്ടുപോയതാണ് വിക്കി. വിക്കിയല്ല, ക്ലീറ്റസ്. ബ്രൂണോ ബൈ ബൈ. ബ്രൂണോ ബൈ. അപ്പോൾ ഗൈസ് നമ്മളിപ്പം പൂപ്പാറയ്ക്ക് പോണ വഴിയാണ്. നമ്മൾ ഇവിടെ ഒരു താജ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നമ്മളിവിടെ മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തിരിക്കുകയാണ്. സോ നല്ല വിശന്നിട്ടാണ് വയറ് 2 മണിയായി. 1 മണിക്ക് ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പം 1 മണിക്കൂർ എക്സ്ട്രാ 2 മണിയായി. വിശന്നിട്ടാണ് വയർ പൊട്ടി. കണ്ണ് കാണുന്നുണ്ടോടാ? ഇല്ല, കണ്ണ് കാണുന്നില്ല. കാണാനേ പിന്നെ നീ എങ്ങനെയാണ് നടക്കുന്നത്? പിടിച്ചു തരണോ? എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ സപ്ലയർ വന്നിട്ട് പുള്ളി വന്നിട്ട് നമുക്ക് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് അവർക്ക് എന്നാ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്താൽ ചോദിക്കുക, ഈ മീൽസ് എന്ന് പറഞ്ഞാൽ ബിരിയാണി തന്നെ അല്ലെന്ന്. അബു ഈ കക്ഷി ഇന്നലെ ഫുൾ നമ്മൾ ബിരിയാണി. അതെ, നമ്മൾ വന്നപ്പം തൊട്ട് ചിക്കൻ കഴിക്കുന്നു. നമുക്ക് ബിരിയാണി കഴിച്ച്, അല്ല ബിരിയാണി മീൽസ് കഴിച്ച് നമുക്ക് ഗംഭീരമാക്കാം. അതെ, രസം ഉണ്ടാവും. എന്റെ ക്ലീറ്റസിന്റെ അഭിപ്രായം എന്താ? ബിരിയാണി പക്ഷെ ഇന്നലെ മുതൽ ചിക്കൻ ആയതുകൊണ്ട് ഞാനിപ്പോഴും ചിക്കൻ തന്നെ. ലോകൻ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? എന്ത് ഓർഡർ കൊടുത്തു? ആണല്ലേ? എന്തുകൊണ്ടാണ് ബിരിയാണി? രാജ എന്നാ പറഞ്ഞത്? ബിരിയാണി എന്തുകൊണ്ട്? റീസൺ എല്ലാ സ്ഥലത്തും ബിരിയാണി ഫ്രൈ ആണ്. പൂവനും അവന്മാരൊക്കെ എന്തോ ഡിസ്കഷനിലാണ്. അവന്മാരുടെ ഡിസ്കഷൻ എന്നാണെന്ന് നമുക്ക് കേട്ട് നോക്കിയിട്ട് വരാം. എന്താ ഓർഡർ ചെയ്തത്? ബിരിയാണി എന്താ ബിരിയാണി പറയാനുള്ളത്? ആണല്ലേ? മീൽസ് എന്താ വേണ്ടത്? മീൽസ് ആണോ? ബാറ്ററി ഫ്രൈഡ് റൈസ് ആണ്. കാരണം ഫ്രീ ആയതുകൊണ്ടോ? എല്ലാം ഫ്രീ. അയ്യരെന്നാ പറഞ്ഞത്? ഊണ് വെജ് വേണം. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. വന്നപ്പോഴേ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. പപ്പടത്തിൽ തൊട്ട് കഴിഞ്ഞാൽ വിധം മാറും. വലിയൊരു ലെഗ് പീസ് ഇട്ടിട്ടുണ്ട്. അയ്യോ, ക്ലീറ്റസ് ചമ്മിപ്പോയി. ലോകന് ലെഗ് പീസ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആണല്ലേ? നമ്മുടെ ആക്രമണം കഴിഞ്ഞിട്ടുള്ള യുദ്ധഭൂമിയാണ്. തോട്ടം അല്ല, നമ്മൾ എന്തോ വ്യൂ പോയിന്റ് അതല്ലേ? പൂപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് മാപ്പിലിട്ട് വന്ന് പെട്ടത് ഇവിടെയാണ്. നല്ലൊരു തേയിലത്തോട്ടമൊക്കെയാണ്, നല്ല രസമൊക്കെ ഉണ്ട്. അപ്പം ഇറങ്ങിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഇപ്പം ഇവന്മാർ ഇപ്പം വന്ന് ഇങ്ങോട്ട് നിന്നുള്ളൂ. ഞങ്ങൾ മുന്നിൽ വന്ന് തേയിലത്തോട്ടത്തിൽ നിന്നും ഇവിടെ മുഴുവൻ തേയിലത്തോട്ടമാണ്. നമ്മൾ മുഴുവൻ ഫോട്ടോ എടുക്കാനുള്ള തെത്തപ്പാടിലാണ്. അൺഎക്സ്പെക്റ്റഡ് ക്ലിക്ക് ബൈ ആഷ്. Artha God. This is Artha.
അത് കാണാൻ പറ്റുന്ന ക്യാമറ അനിയനല്ല, എന്നാലും നിൽക്കാണ്. എല്ലാരും ഫോട്ടോ എടുക്കില്ല തിരക്കില്ല. മധുരാജ് അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. എല്ലാവരും വണ്ടി കയറി. ഇനി ഞാൻ വണ്ടി എടുത്താലേ ഇവിടെ ഈ വണ്ടി പോകത്തുള്ളൂ. ലീഡേഴ്സ് ദാരുണമായി എന്നെ നോക്കുന്നുണ്ട്. പ്ലസ് മൈനസേ ഉള്ളൂ. അതായത് 1 2 3 4 ഇടാം. 5 ഡയറക്റ്റ് 1 ഇടാൻ പറ്റില്ല, 4 ഡയറക്റ്റ് 1 പറ്റില്ല. കുറച്ച് ചേർന്നു. അതാണ് അവിടെ തട്ടിക്കൊണ്ടിരിക്കണം. അതല്ലേ നിങ്ങൾ സ്ലോ ആക്കി സ്ലോ ഒന്നും നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കേട്ടത്ത് വെച്ച് ഇവന്മാരിട്ട് ഇഴച്ചറിഞ്ഞേ. ഞാൻ ഏറ്റവും പുറകിലായിരുന്നു എൻ്റെ വണ്ടി കിടന്നിരുന്നത്. അതായത് ഈ വണ്ടി ഇത് സ്വിഫ്റ്റാണ്. അപ്പോൾ ഏറ്റവും പുറകിലായിരുന്നു എൻ്റെ വണ്ടി വരുന്നത്. അപ്പം അതിൻ്റെ മുന്നിൽ നമ്മുടെ വാഗണറും അതിൻ്റെ മുന്നിൽ നമ്മുടെ നമ്മുടെ ആൾട്ടോയും കിടക്കണം, നീല ആൾട്ടോ. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരുന്നു. നമ്മൾ കേട്ടത്ത് വന്നപ്പം ഇവന്മാർ, ഞാനാണെങ്കിൽ സ്വിഫ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്, കയറിയൊക്കെ പൊക്കോളൂ. അപ്പോൾ കേട്ടത്ത് വന്നപ്പം ഇവന്മാർ ഇഴച്ചെടുത്ത് എന്നെ കൊണ്ട് ഫസ്റ്റ് ഇടിപ്പിച്ചു. അപ്പം എനിക്കാണെങ്കിൽ ഫസ്റ്റിലിട്ട് കയറിപ്പോകാൻ വയ്യാത്തതിന് ഞാൻ ചവിട്ടി കയറ്റി കയറി അങ്ങ് പോയി. വണ്ടി ഇവരുടെ വണ്ടിക്ക് പവർ കുറവായതുകൊണ്ട് ഇവർ AC ഒക്കെ ഓഫാക്കി മാനുവൽ, അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് വാഗണർ കിടക്കണത്. അപ്പം ഇവർ മെനക്കെട്ട് കയറിപ്പോകാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കയറി അങ്ങ് പോയി. നമ്മളതൊന്നും വിചാരിച്ചല്ല. അപ്പോഴത്തേക്ക് ഇവന്മാർക്കെല്ലാം ഈഗോ കയറിയിട്ട് ഓക്കെ മുന്നിൽ കയറിപ്പോയി പുറകെ വരും. പുറകെ എങ്ങനെയും മുന്നിൽ കയറാൻ വേണ്ടിയിട്ട് പുറകെ വരും. അവസാനം 800 ആൾട്ടോ വന്നിട്ട് മുമ്പിൽ കയറിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പം തൊട്ട് വാഗണർ നമ്മുടെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ട് വരുവാണ്. അവസാനം പുറകെ വന്നപ്പം സ്ഥലമില്ല കയറിപ്പോകാൻ. അപ്പോൾ ഉടനെ ഫോണിൽ വിളിച്ചിട്ട് റിക്കണ്ണ ഈഗോ എടുക്കല്ലേ കയറ്റി വിടാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ഇവന്മാർ പുറകെ ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഞാൻ കയറ്റി വിട്ട് പിള്ളേർ അന്നേരം തൊട്ട് അവിടെ തൊട്ട് ഇവിടെ വരെ ഭയങ്കര റേസിങ് പോലത്തെ ആയിരുന്നു, ഓടിക്കലായിരുന്നു. നമ്മൾ പറയാമെന്ന് നമുക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ട് പറയാമെന്ന്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വളവുണ്ട്. അതായത് നല്ല ഇറങ്ങി വന്നിട്ട് ഒരു ലെഫ്റ്റ് ടേണാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യു ടേൺ പോലെ ഒരു ലെഫ്റ്റ് ടേണാണ്, ഇങ്ങോട്ട് തിരിയണം. അവിടെ വന്നപ്പോഴത്തേന് 800 തിരിഞ്ഞില്ല, റിവേഴ്സ് എടുത്ത് തിരിക്കാൻ പറ്റുന്നുള്ളൂ, ഒറ്റ തിരിയുന്നില്ല. അപ്പോഴത്തേക്ക് വാഗണർ വന്നിട്ട് പുറകെ വന്നിട്ട് വാഗണർ സ്റ്റക്കായി വാഗണർ നേരെ അങ്ങ് പോയി. അപ്പോൾ കറക്റ്റ് ഞാൻ വന്നപ്പോഴത്തേന് എനിക്ക് ഒറ്റ ഒടിയിൽ ഒടിഞ്ഞ് കിട്ടി. അപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമായിരുന്നു. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ രാവിലെ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷീണമാണ്, എത്രയും ട്രാവൽ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം. എല്ലാവരും പോയി ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ബാക്കി ഇനി കാണിക്കാം. എന്നിട്ട് അല്ല എന്നിട്ട് ബാക്കി പറ. വേണ്ട എന്നെ ഫോണിൽ വിളിച്ചിട്ട് കയറ്റി വിടാൻ. അപ്പഴാ ഞാൻ വിളിച്ചിട്ട് റിക്കണ്ണ ഈഗോ വേണോ കയറ്റി വിടുന്നത്. ഞാൻ പുറകിലോട്ട് നോക്കി, അപ്പഴാ കണ്ട് ഇവന്മാര് പുറകിലുണ്ടെന്ന്. പവർ ഓഫ് വോൾട്ടാ. 15 വർഷമായിട്ട് പഴക്കമുള്ള അപ്പോൾ ഗൈസ് ഇതാണിപ്പോൾ ഇവിടെ സിറ്റുവേഷൻ. എല്ലാവരും ഇവിടെ റേസ് ചെയ്ത് വന്നതിൻ്റെ ഡിസ്കഷനൊക്കെയാണ്. എന്തായാലും ബാക്കിയുള്ളത് ഇനിയും വൈകിട്ട് ഇനിയിപ്പോൾ എന്തായാലും പുറത്തൊന്നും പോകണില്ല. നമ്മൾ വൈകിട്ട് ഇപ്പം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇവിടെ തന്നെ ചില്ല് ചെയ്തിരിക്കാമെന്നും. നാളെ രാവിലെ ടൈം ഉണ്ടെങ്കിൽ എവിടെ ഇല്ലുമ്പോൾ നാളെ ഉച്ചയാകുമ്പോഴത്തേനും തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ചീട്ടുകളിക്കുള്ള പരിപാടിയാണ്. ഈ ഈഗോ വാറെല്ലാം കഴിഞ്ഞിട്ട് ചീട്ടുകളി തുടങ്ങിയിരിക്കുകയാണ്. ബോബി ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ
പറ മൂവി പറയും. വന്നടേ എനിക്ക് ചെറിയ സാധനം കിട്ടില്ലടാ, കിട്ടില്ലേ? രാജ ട്രബിൾ, രാജ ഏഷ്യൻ ട്രബിൾ. രാജയ്ക്ക് വെട്ടിട്ടിരിക്കുകയാണ്. Happy birthday to you. Happy birthday, dear Anna. Happy birthday to you. അപ്പോൾ ഗൈസ്, നമ്മുടെ കോഡക്സ് ആർത്തയുടെ നമ്മുടെ ഗ്യാങ്ങിലുള്ള കോഡക്സ് ആർത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളിതൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉള്ള വന്നപ്പം ബർത്ത്ഡേ ആണെന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ പൊട്ടിച്ച് കേക്ക് മുറിച്ച്. അപ്പോൾ അതിൻ്റെ വിഷയമാണ് കാണിച്ചത്. തിരികൾ ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എണ്ണിൽ തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണിൽ അഴകേ പുരുഷത്വത്തികവേ പലകാലം നീ വാഴ്. കിട്ടില്ലേ? ഇവിടെ ഇപ്പം ആഘോഷവേളയാണ്. ഇന്നായിരുന്നു ഓപ്ഷൻ. ഞങ്ങളിവിടെ ട്രിപ്പിന് വന്ന സമയത്താണ് ഓപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ആളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തിനെ പറഞ്ഞ് ഏൽപ്പിച്ച് ഓപ്ഷൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആണ് വന്നത്. പക്ഷേ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് സമയമായപ്പോൾ അവന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാപ്ടോപ്പ് നെറ്റൊക്കെ ശോകമായിരുന്നു. പിന്നെ എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് ഓപ്ഷൻ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഓപ്ഷൻ വിളിച്ച് നമുക്ക് ഗൺ ഷോപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ആഘോഷമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഏകദേശം രാത്രിയിൽ 11:45.
ഇവിടെ അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ആഘോഷ ഓണം വയ്പ്പാണ്. ഞാൻ അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണിക്കാം. ലൈറ്ററാ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ഇപ്പോൾ സമയം എത്രയായി? 10:30 11 മണിയാകുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. 2-3 ദിവസം അടിച്ച് പൊളിച്ച് അപ്പം ഇറങ്ങുന്നതിൻ്റെ ഒരു വിഷമമൊക്കെയാണ് എല്ലാവരും. പിന്നെ പാക്കിങ്ങും ഒക്കെ റെഡിയൊക്കെ ആകുന്നു. ഫുഡ് കഴിക്കുന്നു കുറച്ച് പേര്. എന്താ പറയാനുള്ളത്? ഇത്രയും ദിവസം കാണാതിരുന്ന് കണ്ടിട്ട് ആകെ 2 ദിവസമാണ് നമ്മൾ കിട്ടി. അതിനു മുമ്പ് പോവുകയും ചെയ്തു. രാവിലെ വെട്ടി വിളക്ക് എടുത്ത് ശരിക്കും. അപ്പോൾ എല്ലാവരും പാക്കിങ്, എല്ലാവരും പോകുന്നതിൻ്റെ ഒരു ഒക്കെയാണ്, ഒരു മൂഡിലൊക്കെയാണ് എല്ലാവരും. സാഡ്. കുറേ പേര് ഫുഡ് കഴിക്കണം. എന്താണ് പറയാനുള്ളത് ലാസ്റ്റ് ഡേ? പറയടാ രാജാ. എന്താണ് നിനക്ക് പറയാനുള്ളത്? നമ്മൾ പോകുന്ന പറഞ്ഞ അടുത്ത് ആണല്ലേ? പയ്യായിരുന്നു പോയത്. സാധാരണ ട്രിപ്പൊക്കെ പെട്ടെന്നല്ലേ പിള്ളേരെ മൊത്തം ഞാൻ കണ്ടു. അതങ്ങോട്ട് മാറ്റി. എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. അടിപൊളി ട്രിപ്പാണ്. നമ്മളെല്ലാവരും പോവല്ലടാ, പോവാ കാണാം. വെക്കിരുന്ന് ഫുഡ് കഴിക്കണതേ ഉള്ളൂ. വെക്കി പോവല്ലേ? എന്താ പറയാനുള്ളത്? എസ്തെറ്റിക് നിക്ക് പറയടാ. പോവാണ്. എല്ലാവരും ഈ വീടിനോട് വിട പറയുകയാണ്. കാരണം ഞങ്ങൾ 2 ദിവസം നിന്ന വീട് ആനച്ചലിൽ ലേ ഗ്രാൻഡ് ഹോം സ്റ്റേ എന്ന് പറയണേ. മാത്രമേ ഉള്ളൂ. വേറെ അതെല്ലേ? അതല്ലേ? രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തിൽ പോകാൻ പോവാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ നേരെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്തോ മലയല്ലേ? സ്ഥലം പറഞ്ഞേ ബോബി മൂപ്പാറ. ബോബി പെട്ടെന്ന് വരാ. പെട്ടിമുടിയാ? പെട്ടിമുടി എന്ന് പറയുന്ന മല കയറാൻ പോവാ. സൺസെറ്റിന്റെ സ്ഥലമാണ്. വെയിലും പിടിച്ച് കയറിയാൽ ശരിയാവോടെ? വെയിലും പിടിച്ച് കയറിയാൽ സണ്ണ് കാണാം. സെറ്റ് കാണത്തില്ല. സെറ്റ് കാണത്തില്ല. നമ്മളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന കാട്ടുവഴി കൂടെ 2 ചേച്ചിമാര് കുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കാനല്ലേ? എനിക്ക് അങ്ങ് നന്മ വെച്ചിട്ട് കൂടും. ഞാൻ എന്നെ ബോബിയെ മിസ് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്തല്ലേ ബോബി? ഈ വർഷം ഈ സമയത്ത്. അപ്പൊ ഗൈസ് നമ്മളിവിടെ വണ്ടി പുറകെ വരുന്ന വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. അപ്പൊ ഇവിടെ വെറുതെ നിർത്തിയപ്പോ നോക്കി പറഞ്ഞ സിപ്പ് ലൈനില് പോകുന്നു. അപ്പൊ ഇവന്മാരൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതണ്ട സിപ്പ് ലൈനില് ആണ് സംഭവം. അത്
ഇത് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. സംഭവം നൈസാണ്. പക്ഷേ ഒരാൾക്ക് 500 രൂപ വെച്ചിട്ടാണ്. ബഡ്ജറ്റ് കമ്മിയുള്ളത് കാരണം പൈസ ഉള്ളവർ മാത്രം പോട്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഭുവനെ ആർത്തനെ കയറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വാ, എന്താ അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. അപ്പം എല്ലാം നോക്കണം. എന്താ പേടിയുണ്ടോ ഭുവനെ? പേടിയൊന്നുമില്ല. ജീവനോട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു അത് കഴിഞ്ഞാ അതെ അതെ ബാറ്ററി ഭുവനെ കയറ്റി വിടുകയാണ്. ഭുവൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലീഡർ ആവാമല്ലോ ബാറ്ററിക്ക്. അതിന് വേണ്ടിയിട്ട് ആർത്തനെ വെറുതെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിട്ട് വിടുവാണ്. നീ ഞാനും അടുത്ത ലീഡർ ബാറ്ററി കേട്ടോ. പോയിട്ട് വന്നില്ലെങ്കിൽ ജഗൻ പോന്നാ ലിറ്റസേ നീ പോണോ? ഞാൻ പോണില്ല, എനിക്ക് എടാ ഭൂന് വാർത്തയും പോണടാ. നടുക്ക് തൂങ്ങി കിടക്കും. ഭൂന് വാർത്തയും പോണടാ. നീ ഇവിടെ പോടാ. കാണുമ്പോ തന്നെ അയ്യോ പോന്നാ. ഞാൻ പോകുന്നില്ല. തെറ്റല്ലേ? എടാ നീ അതിങ്ങ് എടുത്തോണ്ടോ. ആശ അതിനകത്ത് കയറി ഫോണിൻ്റെ തന്നിട്ട് അതിൽ കയറി. ഓ അപ്പോൾ ഗൈസ് നമ്മുടെ ആർത്ത പോയിട്ടുണ്ട്. സോറി ഗൈസ്, കിട്ടിയില്ല കറക്റ്റായിട്ട്. ആർത്തയാണോ പോകുന്നത്? പോയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ആശ റെഡി ആയിട്ടുണ്ട്. ആശേ പോട്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഓ നമ്മുടെ ബോബ് വരുന്നുണ്ട്. ഓ സാധനം കൊള്ളാ. ഇങ്ങോട്ട് മുടിഞ്ഞ വീടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഞാൻ ഫോണും കൊണ്ടുപോയി എന്തായാലും എടുത്തിട്ട് കൈ ഓട്ടോമാറ്റിക് വിട്ടു പോകണം. ഇല്ല വിടാ, നൈസാണ്. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല, ആ ഒരു വൈബ്രേഷൻ കാരണം കൊണ്ട് നല്ല വൈബ്രേഷൻ. അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ ട്രൈ ചെയ്യുന്നു. ഇല്ല പേടിയാ? പേടിയൊന്നും ആയിട്ടില്ല, താല്പര്യമില്ല. എന്റെ പൊന്നോളിയോ നിന്റെ അടുത്തായിട്ട് പേടിയാന്ന് പറഞ്ഞു. പെട്ടിമുടി ഓക്കെ പോ. പെട്ടിമുടി. ആർത്തെ കാലുവരി തൂക്കിയുണ്ടാടാ നീ? കാലിൽ പിടിച്ചൊരു വലിയ ആർത്തം ചാടിയോ പിടിച്ചത്. ഓ അങ്ങനെ ധൈര്യശാലികളായ ഭുവനും ഞാനും. ബോബിക്ക് പേടിയാ, ഞങ്ങൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് ജീവനോടെ തിരിച്ചെത്തി. ഇനി നമ്മൾ നേരെ മലയിലേക്ക്. സത്യം പറഞ്ഞാൽ ബോബിയുടെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഒരു വലിയ പാറ കയറാൻ പോയി ആകെ പണിയായി. ലിഫ്റ്റിന് 3 ടയറാണ് തേഞ്ഞത്. ബോബിനെ അവിടെ നിൽപ്പുണ്ട്. നിൽക്കണത് അടച്ചു കയറണം. നമുക്ക് നിൽക്കണടുത്തേക്ക് പകുതി കയറിയപ്പോൾ തന്നെ ഇത്രേ. ആ കയറിയവർ പറഞ്ഞ 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ കയറി വരുമ്പോൾ 5 കിലോമീറ്ററിന്റെ പവറാണ്. ആകെ 2 വളവേ കയറിയുള്ളൂ. ഞാൻ തീർന്ന്. ഗ്ലീറ്റസ് അവിടെ വയ്യ, നടക്കാവേ, അവിടെ കിടക്കുന്നു. പിന്നെ അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. അതവിടെ നമ്മളൊരു ഇത് ആ കട തുറന്നെങ്കിൽ നമ്മള് കാറേ കയറിയതാ. കാറെ ലോഡ് വെച്ച് കയറുന്നില്ല, കറങ്ങും വെയിൽ കിടന്നിട്ട്. അവരൊക്കെ ഇവിടെ കാര്യങ്ങൾ ചോദിച്ചു. ഒരു അപ്പൂപ്പൻ കൈനോട് ചോദിച്ച് കയറുന്നുണ്ടോ വണ്ടി? ഓ പ്രശ്നമാണ്. ഉപ്പാറ ബോബി നമ്മള് കയറിക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ ചെന്നിട്ട് കാണാം. പകുതി മുക്കാൽ കയറി ലോണ്ടെ ആ കാണുന്ന മലയുടെ ടോപ്പ് വരെ കയറണം. നമ്മളിവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ
നമ്മുടെ മൗണ്ട് ചിലിയാട് മാത്രം കയറിയിട്ടുള്ള പിള്ളേർ ഈ മൂന്നാർ മല കയറി ക്ഷീണിച്ച് കിടക്കുക. അവിടെ നോക്കിയാ കാരണേ. കണ്ടു അപ്പൊ ഗായ്സ് നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് മൊമെന്റ് ആയിരിക്കുവാണ്. നമ്മളിപ്പോ ലാസ്റ്റ് ഒരു ലൊക്കേഷനിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് ആ ലൊക്കേഷന്റെ പേരെന്തായിരുന്നതാ? ഏതോ ഒരു പാറപ്പുറത്ത് വലിയൊരു മലയാണ്. അതിന്റെ മണ്ടയ്ക്ക് ഞങ്ങളെ കയറി വണ്ടിയൊക്കെ കഷ്ടിച്ച് കയറ്റി. വണ്ടി കറങ്ങി കേട്ടായിരുന്നു, കേറുന്നില്ലായിരുന്നു ആളെ വെച്ച്. പിന്നെ ഞങ്ങൾ നടന്ന കഷ്ടപ്പെട്ട് മേളി വരെ എത്തി. എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെയും നടന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് ഒരു 3/4 മണിക്കൂർ നടന്ന് നമ്മൾ അതിന്റെ വണ്ട കയറി. അപ്പം അതിന്റെ വണ്ട കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി. അവിടെ ഒരു കടയുണ്ടായിരുന്നു, വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി വന്ന് ഇപ്പം ഇവിടെ ഒരു അടിമാലിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എല്ലാവരും ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും സ്വന്തം വരിക്ക് പിരിയുമാണ്. ഇനി ഒന്നുമില്ല, എല്ലാവരും സാറാണ്. ലാസ്റ്റ് മൊമെന്റാണ് ഇതിപ്പോ. ഫുഡ് കഴിച്ച് നമ്മൾ പിരിയുവാണ്. രാജാ പറയടാ, ഇഷ്ടമാണ് എന്താ പറയാനുള്ള? ചിരിക്കാൻ പറ്റി വീട്ടുകാരെ ഇല്ല എന്നാ ഞാൻ പറട്ടെ, നല്ല വൈബായിരുന്നു. ആർക്കും തമ്മി കാണാതെ ചെറിയ പ്രശ്നം ഉണ്ടായി. അല്ല ഞാൻ പറട്ടെ, ഇതിൽ ആരും കണ്ടില്ല നേരിട്ട്. എല്ലാം DC-യിൽ സംസാരിച്ച ആൾക്കാരാ, പക്ഷെ എല്ലാം നേരിട്ട് കേറുമ്പോ തന്നെ നമ്മുടെ കൂടെ. അപ്പോൾ ഗൈസ് ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മളെ ബീഫ് ബിരിയാണി, ഇവനൊക്കെ നൂഡിൽസ്, പിന്നെ നമ്മുടെ അയ്യറിന് വെജ് മീൽസ് ആണ്. അത് അങ്ങോട്ട് തിരുപ്പുണ്ട് അയ്യർ. സോ ഇനി ആഫ്റ്റർ കാണിക്കാം. ഇത് ബിഫോർ, ഇനി ആഫ്റ്റർ കാണിക്കാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ ആഫ്റ്റർ യുദ്ധം കഴിഞ്ഞ യുദ്ധക്കളം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും യാത്ര പറയുകയാണ്, പിരിയുവാണ്. എല്ലാവരും കെട്ടിപ്പിടിച്ച് ഹാക്കിയത് യാത്ര പറയുകയാണ്. ഈ വീഡിയോ കൊടുക്കുന്ന നേരത്തെ പൊട്ടിക്കരയാണ്. മിഴിതൻ നനവോ അവന് നേരത്തെ പോയെന്നറിയോ? അവൻ കരയുന്ന അവനറിയാം. അവന് കരയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ബാറ്ററി സേവൻ വണ്ടി നേരത്തെടുത്തോണ്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ കണ്ണ് കാണും. ഞാൻ വീട്ടിൽ പോയിട്ടാണ് കണ്ടിരിക്കുക. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ, അടിമാലിയിലൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും യാത്ര പറഞ്ഞ് എല്ലാവരും പല വഴിയിലായിട്ട് പോയി. ഇപ്പം ലാസ്റ്റ് ഇപ്പം ഞങ്ങൾ 5 പേരും ഒരുമിച്ച് തിരിച്ചു പോവാണ്. ഇത് വ്ളോഗിൻ്റെ എൻഡാണ്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടടാ? എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ളോഗാണ്. അതെ. സോ നമ്മളെല്ലാ ക്ലിപ്സും എടുത്ത് നമ്മുടെ വീഡിയോ പോലെ വ്ളോഗായിട്ടില്ല, അവർ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതെ. പോവാ, അങ്ങോട്ട് പോകാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങോട്ട്
അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരുമിച്ച് ഇത്രയും 3 ദിവസം ഒരുമിച്ച് നിന്നിട്ട് പോകുന്നത് എല്ലാവരും കരയൊക്കെ ചെയ്തു, എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇമോഷണലായി. എന്തെങ്കിലും പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ പോയല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരും ഞാനും ആർത്തയും ക്രീറ്റസൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞു. ഇത് വ്ളോഗ് അതെ ക്രീറ്റസ് മാമൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ. മെല്ലെ മഴവിൽ നിറവും ചൂട് നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ